1999 സ്വർണം കൊണ്ട് പൊതിഞ്ഞ ദ്വാരശില്പങ്ങൾ വീണ്ടും ചെമ്പായി മാറിയ ജാലവിദ്യ അയ്യപ്പന്റെ മുന്നിൽ നടത്തിയവർ ആരായാലും അവർ കുടുങ്ങാൻ പോവുകയാണ്. അതിന്റെ എല്ലാ രേഖകളും പുറത്തു വന്നിരിക്കുകയാണ്. വലിയൊരു കള്ളക്കടത്തിന്റെ 100 കള്ളങ്ങൾ കൊണ്ട് മൂടി വെക്കാൻ ശ്രമിച്ചവരെ ഇനി കണ്ടെത്താൻ പോകുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും. അതോടെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തൊടുത്തുവിട്ട നുണകളെല്ലാം പൊളിഞ്ഞ് പുറത്തു വന്ന രേഖകൾ പൊളിച്ചെടുക്കുകയാണ്. അതായത് ശബരിമലയിലെ ദ്വാരപാലകരുടെ ശില്പത്തിൽ 1999 സ്വർണം പൂശിയെന്ന് ദേവസ്വം രജിസ്ട്രാറും മഹസറും വ്യക്തമാക്കുന്നു. 1999 മാർച്ച് 27 ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവനുസരിച്ച് അതേ വർഷം മെയ് 4 ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞതെന്നാണ് ഇന്നും ജീവിക്കുന്ന രേഖകൾ പറയുന്നത്. ഇങ്ങനെ സ്വർണം പൂശിയ ശില്പത്തെയാണ് വീണ്ടും സ്വർണം പൂശാൻ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തതെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അതും ആരുടെയും വാക്കിന്റെ പുറത്തല്ല. ദേവസ്വം വിജിലൻസ് കണ്ടെത്തി നൽകിയ രേഖകളിലൂടെയാണ് ഹൈക്കോടതി ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതോടെ സ്വർണം ഇങ്ങനെ 2019 ചെമ്പായി മാറിയത് എന്നാണ് അടുത്തതായി കണ്ടെത്തേണ്ടത്. അതിന് ഹൈക്കോടതി മേൽനോട്ടം വഹിച്ചാൽ കട്ടവനെയും കൂട്ടുനിന്നവരെയും എല്ലാം പൊക്കിയെടുക്കും എന്നുറപ്പാണ്. ഒരുപക്ഷെ അതും ജനകോടികൾ വിശ്വസിക്കുന്ന അയ്യപ്പൻ അറിഞ്ഞുകൊടുത്ത പണിയായിരിക്കും. കോടതിയുടെ കണ്ടെത്തൽ മാത്രമല്ല, വളരെ വിശ്വാസമുള്ള മൊഴിയും പുറത്തു വന്നിരിക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയിരുന്നതായി വിജയമല്യയുടെ സംഘത്തിലെ തൊഴിലാളി നിർണായക മൊഴിയും നൽകിയിട്ടുണ്ട്. അതായത് 2 ശില്പങ്ങളിലായി 800 ഗ്രാം സ്വർണം പൂശിയിരുന്നുവെന്നും ചെന്നൈ ആസ്ഥാനമായ ജെ ജ്വല്ലറി ജീവനക്കാരാണ് ജോലി ചെയ്തതെന്നുമാണ് വെളിപ്പെടുത്തിയത്. അതും ദേവസ്വം വിജിലൻസിനോട് നേരിട്ട് മാന്നാർ സ്വദേശിയായ തൊഴിലാളിയാണ് സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. അപ്പോഴും കള്ളം പറഞ്ഞ് കളിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരൻ. തന്നത് ചെമ്പുപാളിയാണെന്നും ദേവസ്വത്തിന്റെ രേഖകളിലും അതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹൈക്കോടതി കണ്ടെത്തിയതും വിജിലൻസിന്റെ രേഖയിലുള്ളതുമെല്ലാം അതുതന്നെയാണ്. അപ്പോൾ ആരാണ് സ്വർണം മാത്രം എടുത്ത് ചെമ്പ് പോറ്റിയുടെ കയ്യിൽ കൊടുത്തത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ കിട്ടിയാൽ തത്ത പറയും പോലെ പറഞ്ഞോളും. നിത്യബ്രഹ്മചാരിയായ അയ്യപ്പന്റെ അടുത്തേക്ക് സ്ത്രീകളെ അയക്കാൻ നോക്കിയവർക്ക് അന്നൊന്നും കാണാത്ത ഭക്തി ഇപ്പോൾ കണ്ടു തുടങ്ങിയത് സ്വർണം കട്ടത്ത് പിടിക്കുമെന്ന് ഉറപ്പായപ്പോഴാണെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു.